നെല്ലായ പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന് UDF. പഞ്ചായത്ത് സെക്രട്ടറി CPM-ന്റെ ഏജന്റായി പ്രവർത്തിക്കുന്നതായും നേതാക്കൾ ആരോപിച്ചു. സെക്രട്ടറിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് 17-ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് UDF മാർച്ച് നടത്തും. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവി മുന്നിൽ കണ്ട് ഏതുവിധേനയും ജയിച്ചു വരുന്നതിന് ഉദ്യോഗസ്ഥരെ കരുവാക്കി നിയമവിരുദ്ധ മാർഗങ്ങൾ CPIM സ്വീകരിക്കുകയാണെന്ന് UDF നേതാക്കൾ പറഞ്ഞു. പ്രവാസി വോട്ടർമാർക്ക് പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരങ്ങളുണ്ട്. എംബസി മുഖേന, ഗവൺമെന്റ് മുഖേന ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ ആകെ ചേർന്നിട്ടുള്ളത് 12-ാം വാർഡിൽ നേരേതലത്തിൽ അബ്ദുസമദും 3-ാം വാർഡിൽ ഒരു സറഫുദ്ദീനും മാത്രമാണ് ചേർന്നത്. ബാക്കി ഒരുപാട് ആളുകൾ അത് അവരവരുടെ രേഖാമൂലം കൃത്യമായി അവിടെ നിന്ന് ചേർന്നതാണ്. ബാക്കി പല ആളുകളെയും വോട്ടർ പട്ടികയിൽ പേര് ചേർന്നതായി സെക്രട്ടറി അതിൽ അവർ ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ അവരുടെ നാട്ടിൽ വന്നോ വരാതെ അവർ അപേക്ഷ കൊടുക്കാതെ സെക്രട്ടറി ഹിയറിങ്ങിന് സെക്രട്ടറി മുമ്പാകെ പങ്കെടുക്കാതെ ഹിയറിങ്ങിൽ പങ്കെടുക്കാതെ വോട്ടർ പട്ടികയിൽ കയറിപ്പോയിരുന്നു. അപ്പോൾ ഇത്തരം CPM-ന്റെ ലോക്കൽ സെക്രട്ടറി എടുക്കുന്ന പണിയാണ് നെല്ലായ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എടുക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. വാർഡ് വിഭജനത്തിലും ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിലും ചട്ടവിരുദ്ധ നടപടികൾ സ്വീകരിക്കുകയാണ്. ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകുന്ന പരാതികൾ സെക്രട്ടറിയെ കൂട്ടുപിടിച്ച് തള്ളിക്കളയുകയാണ്. നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരും താമസിക്കുന്നവരുമായവരെ സെക്രട്ടറിക്ക് മുന്നിൽ നേരിട്ട് ഹിയറിംഗിന് ഹാജരായി എന്ന വ്യാജേനെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ്. പരാതി നൽകുന്നത് പരിശോധിക്കാതെ തള്ളിക്കളയുകയും ചെയ്യും. ഇത്തരത്തിൽ നിരവധി പേരെയാണ് വോട്ടർ പട്ടികയിൽ വ്യാജമായി ഉൾപ്പെടുത്തിയതെന്നും UDF നേതാക്കൾ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ നിങ്ങൾക്ക് തന്നെ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഈ വോട്ടർ പട്ടികയിൽ ഒരു കാര്യങ്ങൾ പറയുന്നില്ല. വോട്ടർ പട്ടികയിൽ നമ്മുടെ വോട്ടർ പട്ടികയിലൊക്കെ എങ്ങനെ വെച്ചാൽ ആളുടെ പേരിൻ്റെ കൂടെ അയാളുടെ ID കാർഡ് നമ്പർ ഉണ്ടായി, തെരഞ്ഞെടുപ്പ് ID കാർഡ് നമ്പർ ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പ് ID കാർഡ് നമ്പർ വെച്ച് സൈറ്റിൽ പോയി നിങ്ങൾക്ക് പരിശോധിച്ചാൽ അയാളുടെ അഡ്രസ്സ് വ്യക്തമായിട്ട് കണ്ടുവരും. അപ്പോൾ അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ആൾ ഈ വോട്ടർ പട്ടിക നീക്കം ചെയ്യാൻ വേണ്ടി കൊടുത്ത ഒരു വീട്ടിലെ 3 ആളുകൾ ഒരാളുടെ അടുത്ത് പരിശോധിക്കുകയാണ്. അവർ താമസിക്കുന്നതിൻ്റെ വോട്ടർ ഇൻഫർമേഷൻ ഉണ്ടാവും. അവർ ID കാർഡാണ്. അവർ താമസിക്കുന്നത് 7 അപ്പർ പ്രൈമറി സ്കൂൾ കല്ലൂരി. അവിടെയാണ് താമസിക്കുന്നത്. പക്ഷെ അവരുടെ വോട്ടിംഗ് ഇത്തരത്തിൽ ഒന്നല്ല, ഇത്തരത്തിൽ നിരവധിയായ പരാതികൾ കൊടുത്തിട്ടു. അതൊന്നും പരിഗണിക്കാതെ ഈ തെളിവ് സഹിതമാണ് കൊടുത്തത് സെക്രട്ടറി. ആ തെളിവ് പോലും പരിഗണിക്കാതെ അദ്ദേഹം അത് റിജക്ട് ചെയ്ത് അവർ ഓർമ്മ നിലനിർത്തി കൊടുത്തു. അതുപോലെ മറ്റൊന്ന്, ഇവർ താമസിച്ചത് തവനൂരാണ്. അവരുടെ ID കാർഡ് നമ്പർ വോട്ടർ പട്ടികയിലുള്ള ID കാർഡ് നമ്പർ സെർച്ച് ചെയ്ത് കിട്ടുന്നതാണ്. അവർ താമസിച്ചത് തവനൂരാണ്. ഇവരും വോട്ടർ പട്ടികയിൽ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഈ രേഖ മുഖാന്തരം വെച്ച് കൊടുത്തിട്ട് പോലും ആ വോട്ട് തള്ളാൻ തയ്യാറാണ്. അവരെ നിലനിർത്തി ഇത്തരത്തിൽ വ്യാപകമായി ഇതിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കും. ഇത്തരത്തിൽ രാഷ്ട്രീയ നിലപാടുകളോടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സെക്രട്ടറിയെ തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്നും നീക്കണമെന്നും സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വോട്ടർ പട്ടികയിൽ നടത്തിയ ക്രമക്കേടുകൾ തിരുത്തി കുറ്റമറ്റതാക്കി സുതാര്യമായ തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കണമെന്നും UDF നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ പഞ്ചായത്തിൽ 15 വർഷം ഉൾപ്പെടെ ആയി താമസമില്ലാത്ത ആളുകളെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്തത്. ഇപ്പോൾ വീടുകളൊക്കെ വിറ്റുപോയി മറ്റേ സ്ഥലത്ത് വീട് കയറ്റിയ ആളുകൾ അങ്ങനെ കൊടുത്തത് ആളുകളെ, പരാതിക്കാരെ ഈ ഹിയറിങ്ങിന് വിളിക്കാതെ ആ വോട്ടുകൾ നിലനിർത്തി പോകുന്നു. ഇങ്ങനെ തികച്ചും പക്ഷപാതിത്വപരമായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് ഇപ്പോൾ മറ്റൊന്നെന്താ ചിന്തിച്ചാൽ ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് 17-ന് ബുധനാഴ്ച പഞ്ചായത്ത് ഓഫീസിലേക്ക്